ധർമ്മദൈവകോപം. ധർമ്മദൈവകോപം എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് അത് ദൈവകോപം തന്നെയാണ്. സാധാരണ രീതിയിൽ നമ്മൾ വീടുകളിൽ പല രീതിയിലുള്ള ദൈവങ്ങളുടെ പൂജകൾ നടത്തും. എന്നിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഒഴിവാകും. അപ്പോൾ ഇതിന് ഓരോ ദൈവങ്ങൾക്കും വേണ്ട കൃത്യമായിട്ടുള്ള പൂജകളും ആചാരങ്ങളും ചെയ്യാതെ വരുമ്പോൾ കിട്ടുന്ന ഒന്നാണ് ഈ ധർമ്മദൈവ കോപം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ധർമ്മദൈവ കോപം നാം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. അപ്പോൾ ധർമ്മദൈവ കോപത്തിൽ നിന്നും അതിൻ്റെ ദുരിതങ്ങൾ ചില ഘട്ടങ്ങളിൽ തീരാത്ത അസുഖങ്ങളായിട്ട് വരാറുണ്ട്. വിദ്യാഭ്യാസത്തിൽ പിള്ളേർ ഉയർന്നു വരാതിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ബിസിനസ്സിൽ പരാജയങ്ങൾ അനുഭവിക്കാറുണ്ട്. ഇതിനുള്ള എല്ലാത്തിൻ്റെയും ശക്തി ദൈവമാണ് എന്നുള്ള വിശ്വാസത്തോടെ ദൈവവിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ ധർമ്മദൈവ കോപം മാറിക്കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഏത് ദൈവത്തിൻ്റെതാണോ ഏത് ധർമ്മത്തിനാണോ കോപം നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിന് പരിഹാരങ്ങൾ കാണേണ്ടത്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്.